ഹേ യു ഗൈസ്, നമ്മൾ ഇന്നുകൊണ്ട് വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ സ്ക്രാം 440 ആണ് കേട്ടോ. സോ ജസ്റ്റ് ഇൻ കേസ് നിങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഇതിൻ്റെ ഒരു വാക്ക് റൗണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇതിൻ്റെ കംപ്ലീറ്റ് മാറ്റങ്ങൾ, അതായത് A to Z മാറ്റങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ അത് ഒന്ന് റെഫർ ചെയ്തിട്ട് ഈ വീഡിയോ കാണുക. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ജസ്റ്റ് താഴെ കൊടുത്തേക്കാം. ഫോഴ്സ് എഡിഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇത് രണ്ട് വേരിയൻറ്റ് വരുന്നുണ്ട്, ഒന്ന് ട്രയലും ഒന്ന് ഫോഴ്സും. പേര് സൂചിപ്പിക്കുന്ന പോലെ ട്രയൽ എന്ന് പറയുന്നത് മറ്റേ സ്പോക്ക് വീൽ വരുന്ന വേരിയൻ്റ് ആണ്. അതിനകത്തേക്കും ട്യൂബിൾ വീലാണ് വരുന്നത്. ഇത് നമ്മളിരിക്കുന്നത് ഫോഴ്സ് ആണ്. ഫോഴ്സിൽ നമുക്ക് അലോയ് വീൽസ് വരുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഇത് ട്യൂബ്ലെസ് ആണ്. ഫ്രണ്ടിൽ 19 ബാക്കിൽ 17 തന്നെയാണ്. സെയിം ആണ്, സെയിം ആ സ്പോക്ക്. വേറെ വ്യത്യാസം നമ്മുടെ ഫ്രണ്ട് ഇപ്പോൾ LED ആയിട്ടുണ്ട്. പിന്നത്തെ ഒരു മേജർ മാറ്റം ഒരു എഞ്ചിൻ 411 നിന്ന് ഇപ്പോൾ 440 cc ആയിട്ടുണ്ട്. പവർ കൂടിയിട്ടുണ്ട്. 24 നിന്ന് ഏകദേശം 25 ആയിട്ടുണ്ട്. ടോർക്ക് 32 നിന്ന് 34 ആയിട്ടുണ്ട്. അത് കൂടാണ്ട് തന്നെ വണ്ടിക്ക് ഇപ്പോൾ പുതിയ ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് കിട്ടിയേക്കുന്നത് വിത്ത് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ്. 6th ഗിയർ ഞാനിപ്പോൾ കുറച്ച് ഓടിച്ചു, എനിക്ക് അതിന് മനസ്സിലായത് വെറും ഓവർ ഡ്രൈവ് ആണ്. 6th ഗിയറിൽ നിന്ന് വലിക്കുമ്പോഴത്തേക്കും വലിയ ഗുണമൊന്നുമില്ല. നമ്മൾ ഒരു 60 അല്ലെങ്കിൽ ഒരു 70 പോകുമ്പോഴത്തേക്കും ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. ജസ്റ്റ് വണ്ടി ഒന്ന് എടുത്തു നോക്കാം. എന്നിട്ട് ഈ ഒരു പ്രൈസിൽ വരുന്ന മറ്റ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ കാര്യം കൂടി ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇതിനിപ്പോൾ 2.15 ആണ് എക്സ്ഷോറും വരുന്നത്. നമ്മുടെ ട്രയലിനാവട്ടെ 1.99. കേരളത്തിൽ മാത്രം 1.99 ആണ്. കാരണം 2 ലാഖോ അതിൽ പ്ലസ് വന്നു കഴിഞ്ഞാൽ 21% ടാക്സ് അട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് വേണ്ടി മാത്രം ട്രയൽ എഡിഷൻ 1.99 നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഏകദേശം 2.5 നമുക്ക് ഇറക്കാൻ പറ്റും ഓൺ റോഡ്. ഇതാവട്ടെ ഏകദേശം 2.8 വരുന്നുണ്ട്. സി ഒരു വ്യത്യാസം കണ്ടോ, 2.5 2.8. പക്ഷേ എക്സ്ഷോറൂമിൽ ആകെ 15,000 രൂപ വ്യത്യാസം വരുന്നുള്ളൂ. അതാണ് ഇവിടെ പ്രശ്നം. നമ്മുടെ 2 lakh ആൻഡ് പ്ലസ് നമുക്ക് എക്സ്ഷോറൂം വരുവാണെങ്കിൽ നമുക്ക് 21% ടാക്സ് വരും. അല്ലാത്ത പക്ഷം ഐ തിങ്ക് 15 അത്ര എന്തോ ടാക്സ് വരുന്നുള്ളൂ. ഓൾറൈറ്റ്, സോ ഇനഫ് ടോക്കിംഗ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ജസ്റ്റ് വണ്ടികളൊന്ന് എടുക്കാം, കുറച്ചൊന്ന് ഓടിക്കാം. ഞാൻ കുറച്ചൊന്ന് ഓടിച്ച് ആക്ച്വലി എന്നിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു ഓഫ് റോഡൊക്കെ എടുക്കാമെന്ന് വെച്ച് വന്നതാണ്. പക്ഷേ നമ്മൾ വിചാരിച്ചത്ര ഒരു കട്ട് ഓഫ് റോഡും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് വണ്ടി ഇവിടെ നിന്നെടുത്തൊന്ന് മാറ്റാം. ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കുന്നത് വണ്ടിയുടെ സീറ്റ് ഹൈറ്റാണ്. 795 mm ആണ് ഇപ്പോൾ സീറ്റ് ഹൈറ്റ് വരുന്നത്. പഴയതാണ്, എക്സാക്ട് സെയിം ആയിട്ടുള്ള സീറ്റ് ഹൈറ്റാണ്, വ്യത്യാസമൊന്നുമില്ല. എനിക്കിപ്പോൾ ടൈറ്റ് ബാൻഡ് ആയിട്ട് മാത്രം ചെറിയൊരു ഹാഫ് ഫുട്ട് വരുന്നുണ്ട്. അല്ലാത്ത പക്ഷം എനിക്ക് കംപ്ലീറ്റ്ലി ഒരു പ്ലാനറ്റ് ഫുട്ടിൽ ഇരിക്കാനായിട്ട് പറ്റും. വെയിറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് 187 കിലോ എന്നാണ്. അത് ആക്ച്വലി വണ്ടിയുടെ ഡ്രൈ വെയിറ്റ് ആണ്. കർബ് വെയിറ്റ് വരുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് 196 കിലോ വരുന്നുണ്ട്. നമുക്ക് ആക്ച്വലി വണ്ടിക്ക് 2 കിലോളം വെയിറ്റ് കൂടിയിട്ടുണ്ട്. മാൻ, ദാറ്റ് സൗണ്ട് മാൻ. സച്ച് എ ലവ്ലി സൗണ്ട്. പറഞ്ഞ പോലെ തന്നെ വണ്ടിക്ക് 196 കിലോയിട്ട് കൂടിയിട്ടുണ്ട്. അതായത് ഏകദേശം 2 കിലോളം കൂടിയിട്ടുണ്ട്. അത് ഒരുപാടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഫ്രണ്ട് ഹെവി ആണ്. ഫ്രണ്ടിലേക്കാണ് കുറച്ച് വെയിറ്റ് ഫീൽ ചെയ്യുന്നത്. വലിയ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് അത്യാവശ്യം ഉന്തിത്തള്ളിയെ കൊണ്ടുനടക്കാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ ഓഫ് റോഡ്. എനിക്ക് ആക്ച്വലി പേടിയാണ് ഈ വണ്ടി ഇങ്ങനെ ഓഫ് റോഡ് കൊണ്ടുപോകാൻ. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ഇരിക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആണ്. ഫോഴ്സിന് നമുക്ക് അലോയ് വീൽസാണ് വരുന്നത്. അപ്പോൾ ഇമാതിരി കാട്ടായൊക്കെ കാണിക്കാനാണെങ്കിൽ നിങ്ങൾ ട്രയൽ വേരിയൻ്റ് ഓപ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ വണ്ടിയുടെ അലോയ് ബെൻഡ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതിൻ്റെ പ്രൊഫൈലൊന്നും മാറ്റില്ല കേട്ടോ. നമ്മുടെ ഹിമാലയൻ വെച്ചിട്ട് ഇതിൽ വരുന്ന ഒരു മേജർ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ സീറ്റ് ഇച്ചിരി കുറവാണ്. അത് കൂടാണ്ട് തന്നെ ഇതിന് വരുന്ന അലോയ്സ് ആണ്, ഐ മീൻ സ്പോക്ക് വീൽസ് ആയിരുന്നു. ഹിമാലയന് ഫ്രണ്ട് 21 ഓക്കെ, ഹിമാലയന് ഫ്രണ്ട് 21, അതായത് പഴയ 411 ഹിമാലയൻ്റെ കാര്യം കേട്ടോ പറഞ്ഞത്, പുതിയതല്ല. ഫ്രണ്ട് 21 ബാക്ക് 18 ആയിരുന്നു. അവർ സ്ക്രാമിലേക്ക് വന്നപ്പോഴത്തേക്ക് അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോയ് സൈസ്, ഐ മീൻ ഇതിൻ്റെ വീൽ സൈസ് കുറച്ചു. ഫ്രണ്ട് 19 ബാക്ക് 17 ആക്കി. അത് കൂടാണ്ട് തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ ട്രാവലും കുറച്ചു. ഹിമാലയൻ ഐ തിങ്ക് 200 mm സസ്പെൻഷൻ ട്രാവൽ ഉണ്ടായിരുന്നു. ഇത് 190 അത്രയായിട്ട് കുറച്ചിട്ടുണ്ട്. ഞാൻ കാട്ടിട്ട് താഴെ ഇടാം. അതാണ് മേജർ വ്യത്യാസം. അല്ലാതെ പവർ ഫിഗേഴ്സിലോ അതിലൊന്നും വ്യത്യാസം ഉണ്ടായില്ല. എക്സാക്ട് സെയിം ആണ്, ഐഡൻറ്റിക്കൽ ആയിരുന്നു ഹിമാലയൻ 411 ആയിട്ട്. പക്ഷേ അതൊക്കെ പഴയ കഥ. ഹിമാലയൻ സ്റ്റോപ്പ് ചെയ്തു, ഷെർപ്പ് വെച്ച് റീപ്ലേസ് ചെയ്തു. പക്ഷേ സ്ക്രാം സ്റ്റിൽ 2024 വരെ സ്ക്രാം 411 നമുക്ക് അവൈലബിൾ ആയിരുന്നു. അവർ 2025 ഐ തിങ്ക് മോട്ടോവേഴ്സോ അവരുടെ ഒരു റോയൽ എൻഫീൽഡ് ഒരു പരിപാടി ഉണ്ട്. അതിലാണ് ഈ ഒരു വണ്ടി ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ഓ മാൻ, 440cc. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ബോർ സൈസ് കൂട്ടി 78 നിന്ന് ഐ തിങ്ക് 82 81 എന്താക്കി, അതായത് 3 mm കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് 411 നിന്ന് 440cc ആയത്. എക്സാക്റ്റ് പറയുകയാണെങ്കിൽ 441cc. അത് കൂടാണ്ട് തന്നെ വണ്ടിക്ക് ഇപ്പോൾ പുതിയ ഗിയർ ബോക്സാണ് വരുന്നത്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആയിട്ടുണ്ട് വിത്ത് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ്. ക്ലച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ റോയൽ എൻഫീൽഡ് ക്ലച്ച് അല്ല. അത്യാവശ്യം എഫേർട്ട്ലെസ് ആണ്. ഹോണ്ട CB 350 ഒക്കെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം അതുപോലെയൊക്കെ ഇരിക്കും. പിന്നെ ഗിയർ ബോക്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയർ ബോക്സ് ടിപ്പിക്കൽ ഗിയർ ബോക്സ് ആണ്. ഓരോ ഗിയറിലേക്ക് നമ്മൾ എടുത്തെടുത്തറിയും. ഒരു മീഡിയം ആണ്, അതായത് എഫേർട്ട്ലെസ് അല്ല. ഇങ്ങനെ പയ്യെ തൊട്ട് കൊടുത്താലൊന്നും കയറില്ല.
നിങ്ങൾക്ക് ചോദിക്കാം 411 കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിഫൈൻമെന്റ് ലെവൽസ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ പറയുക, നിങ്ങൾ ഓടിച്ച് തന്നെ നോക്കണം. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. വണ്ടി എക്സ്ട്രീംലി സ്മൂത്ത് ആണ്. എക്സ്ട്രീംലി സ്മൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോണ്ട ലെവൽ സ്മൂത്ത് എന്നൊക്കെ പറയാം. വളരെ റിഫൈൻഡ് ആണ്. വൈബ്രേഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ഒരു ബസ് ഉണ്ട് എറൗണ്ട് ഒരു റെഡ് ലൈനിലേക്ക്. ഇതുണ്ട് ഈ ഒരു RPM ചെറിയൊരു ബസ് ഉണ്ട്. പിന്നെ റെഡ് ലൈനിലേക്ക് അടുപ്പിക്കത്തേക്കും ഒരു വൈബ്രേഷൻ കാറിലൊക്കെ വരും. അത് മാറ്റി കഴിഞ്ഞാൽ വലിയ വൈബ്രേഷൻ ഒന്നുമില്ല, നമുക്ക് സഹിക്കാവുന്ന വൈബ്രേഷനേ ഉള്ളൂ. അനോയിങ് അല്ല. പഴയ ഹിമാലയനൊക്കെ വെച്ച് കമ്പയർ ദിസ് ഇസ് വെരി മച്ച് റിഫൈൻ ഇൻ ടൈംസ് ഓഫ് വൈബ്രേഷൻ ഇല്ലെന്നല്ല പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു 6 സ്പീഡ് ഗിയർ ബോക്സ് ഓവർ ഡ്രൈവ് ആണ്. നമുക്ക് അതിലിട്ട് ഇപ്പോൾ കണ്ടു. ഇപ്പോൾ ഞാൻ 6th ഇട്ടു, നോക്കിയേ പോവില്ല. നമ്മൾ ഡൗൺ ചെയ്തിട്ട് 50 വലിച്ചുള്ള വ്യത്യാസം കണ്ടോ? ആ ഒരു വ്യത്യാസം കണ്ടോ? 50 വലിച്ചു കഴിഞ്ഞാൽ വണ്ടി പോവും. എനിക്ക് മൊത്തത്തിൽ ഈ വണ്ടിയുടെ ഒരു ഡിസൈൻ വളരെ ഇഷ്ടമാണ്. നമ്മൾ ദൂരെ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് വെയിറ്റുള്ള വണ്ടി ഒരുപാട് ഉന്തിക്കൊണ്ട് കിടക്കാൻ പാടാന്നൊക്കെ വിചാരിക്കെങ്കിലും അത്ര ഒരു എഫേർട്ടൊന്നും ഇല്ല കേട്ടോ. വളരെ ഈസി ടു ഡ്രൈവ് മെഷീനാണ്. ഈസിലി കൊണ്ടു നടക്കാനൊക്കെ ആയിട്ട് പറ്റും. വലിയ എഫേർട്ടൊന്നുമില്ല. ഇപ്പോൾ ടൈറ്റ് ട്രാഫിക്കിലാണെങ്കിലും നമുക്ക് ഡ്യൂക്കൊക്കെ കൊണ്ടു നടക്കുന്ന പോലെ അത്ര ഒരു നിമ്പിളല്ല. എങ്കിലും കമ്പയർ ടു അതർ റോയൽ എൻഫീൽഡ് ഐ തിങ്ക് ദിസ് ഇസ് ഡൂയിങ് എ ബ്രില്യൻറ്റ് ജോബ്. ഫ്രണ്ട് ബ്രേക്കിംഗ് യൂണിറ്റ് ഇപ്പോഴും സെയിം ആട്ടോ. പഴയ ആ ഒരു 300mm ഫ്രണ്ടും 240mm റിയർ ഡിസ്കും ആണ് വരുന്നത്. പക്ഷേ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹിമാലയൻ 4 കണ്ടുന്ന ആ ഒരു സ്വിച്ചബിൾ ABS ഇല്ലേ, അതിപ്പോൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഒരു ബട്ടൺ കണ്ടോ, ഇവിടെ ABS ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിയർ ABS കംപ്ലീറ്റ്ലി ഓഫ് ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ചെറിയൊരു സ്ലൈഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ, നമ്മൾ ഈ സ്ക്രാംബ്ലർ ഓടിക്കുന്നവർ കാണിക്കണ കാട്ടാൻ കണ്ടിട്ടില്ലേ, ബാക്കൊക്കെ തെന്നിച്ച് കളിക്കുന്നത്, അങ്ങനെ ചെയ്യണമെങ്കിൽ റിയർ ABS ഓഫ് ചെയ്യണം. നമുക്ക് ഓൺ ദ ഗോ മാറ്റാൻ പറ്റില്ല, വണ്ടിയോടെ നിർത്തിയിടണം. എന്നാലേ നമുക്ക് സിംഗിൾ ചാനൽ ABSലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പവർ ഫിഗേഴ്സ് കൊണ്ടുവന്നുകൊണ്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പവർ അത്ര ഫീൽ ചെയ്യില്ല കേട്ടോ. കാരണം ഇതിൻ്റെ 25 bhp എന്ന് പറഞ്ഞിരിക്കുന്നത് 7000 RPM വിച്ച് ഈസ് ക്ലോസ് ടു റെഡ് ലൈൻ എന്ന് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ടോർക്ക് നമുക്കൊരു 3000 അല്ലെങ്കിൽ ഒരു 3000-4000 RPM ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ടോർക്ക് ഫീൽ ചെയ്യുന്ന കിട്ടും. ഇതിൻ്റെ റെവ് റേഞ്ച് എന്ന് പറയുന്നത് ഐ തിങ്ക് 8000 RPM ആണ്. സോ നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ പവർ അല്ല കിട്ടുന്നത്. അതായത് ഞാൻ ഓടിച്ചപ്പോൾ ഇങ്ങനെ ഇതുണ്ട്, ചാടറുണ്ടോ, ഇത് പവർ അല്ല, ഇത് ആക്ച്വലി കൊണ്ട് ടോർക്ക് കിക്കും ചെയ്യുന്നതാണ്. വണ്ടി ഭയങ്കര ഫണ്ണാണ് കേട്ടോ. വണ്ടി ഭയങ്കര എൻഗേജിങ് ആണ്. നിങ്ങൾ എന്താ പറയുക, വലിച്ചത് നന്നായിട്ട് അഗ്രസീവായിട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി അതിനനുസരിച്ച് ബിഹേവ് ചെയ്യും. അതല്ല നിങ്ങൾ കാം ആൻഡ് ക്വയറ്റ് ജസ്റ്റ് ക്രൂസ് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ വണ്ടി അതിനനുസരിച്ച് ബിഹേവ് ചെയ്യും. നിങ്ങൾക്ക് സാധാ പോലെ പയ്യെ ക്രൂസ് ചെയ്ത് ഓടിക്കുന്നുണ്ടെങ്കിൽ കണ്ടോ, ഇപ്പോൾ ഞാൻ 6th ഗിയറിൽ ക്രൂസ് ചെയ്യണം. വണ്ടി വളരെ കാമാണ്, റിഫൈൻഡ് ആണ്. നമ്മളൊരു 3000 RPM താഴെ പോകണമെന്ന് നോക്കിയാൽ മതി. വണ്ടി നല്ല ഈസി ആയിട്ട് എന്താ പറയുക, ട്രിപ്പൊക്കെ പോകാനാണെങ്കിൽ അടിപൊളിയായിരിക്കും. അതല്ല നിങ്ങൾക്ക് അഗ്രസീവായിട്ട് ഓടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കി കാണിച്ച പോലെ അഗ്രസീവായിട്ട് ഓടിക്കാം. വെയിറ്റ് 2 കിലോ കൂടിയെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു റീസൺ ഞാൻ പറയാൻ വിട്ടുപോയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഷാസി അവർ റീഇൻഫോഴ്സ് ചെയ്തു. കാരണം 440cc ആയല്ലോ. അപ്പോൾ ഇതിന്റെ ഇന്റേണൽസ് മാറിയിട്ടുണ്ട്. അതിന്റെ ആ വെയിറ്റ് താങ്ങണമെങ്കിൽ ഷാസി ഒന്നുകൂടി റീഇൻഫോഴ്സ് ചെയ്യണം. അത് കൂടാണ്ട് തന്നെ വണ്ടിയുടെ വീൽ ബേസ് കൂടിയിട്ടുണ്ട്. വീൽ ബേസ് ആക്ച്വലി 5 mm കൂടിയിട്ടുണ്ട്. സോ എല്ലാം കൊണ്ട് റിസൾട്ട് ചെയ്ത് 2 കിലോ വണ്ടിയുടെ വെയിറ്റ് ഗെയിനിങ് ആണ്. പിന്നെ ഈ ഒരു പ്രൈസ് ടാഗ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും പെടും കേട്ടോ. 2 lakh to 2.5 lakh നിങ്ങൾ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അവസ്ഥ മാൻ. കാരണം ഒരുപാട് വണ്ടികളുണ്ട്, ഞാൻ ലിസ്റ്റ് ചെയ്യാം. സോ ഈ ഒരു വണ്ടി നോക്കുന്ന ഒരാളാണെങ്കിൽ കോമ്പറ്റീറ്റർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ആ ഒരു പ്രൈസ് ടാഗിൽ വരുന്ന വേറെ വണ്ടീസ് പറഞ്ഞാൽ ഹോണ്ടയുടെ CB350 RS, പിന്നെ ട്രയംഫിന്റെ T4, സ്പീഡ് 400 കുറച്ചും കൂടി ബഡ്ജറ്റ് വെർഷൻ T4, പിന്നെ ഹീറോ മാവറിക് 440, എല്ലാം എന്താ പറയാ ഒന്നിനൊന്നും മെച്ചമുള്ള വണ്ടികളാണ് കേട്ടോ. ഇപ്പൊ ഹോണ്ട CB350 ഓടിക്കുന്നവർക്ക് അറിയാം, അതൊരു അടിപൊളി വണ്ടിയാണ്. അത് കൂടാണ്ട് തന്നെ മാവറിക് ഞാൻ ഓടിച്ചിട്ടുണ്ട്. മാവറിക് ഇസ് ജസ്റ്റ് ബ്രില്യന്റ്. നിങ്ങൾ CB350 നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാവറിക്കും കൂടി ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കുക. ട്രയംഫിന്റെ T4 സെയിം ആണ്. ട്രയംഫ് റോയൽ എൻഫീൽഡിലും എന്താ പറയാ അഫോർഡബിൾ ആയിട്ട് കിട്ടുന്നത്. സോ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങളെ സമ്മതിക്കണം, നിങ്ങളൊരു പ്രൈസ് ടാഗിൽ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും വട്ടടിച്ചു പോകും. എൻ്റെ ദൈവമേ, വണ്ടി ശരിക്കും ഒരു എന്താ പറയാ ഓൾഡ് സ്കൂൾ എഞ്ചിനാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ടൈറ്റ് ട്രാഫിക്കിലാണ് ഇപ്പോഴും. അത്യാവശ്യം ചെറിയ ഹീറ്റിംഗ് ഉണ്ട്, പക്ഷെ വൻ ഹീറ്റിംഗ് ഇല്ല കേട്ടോ. ഡ്യൂക്ക് 390 ഒന്നും അങ്ങനത്തെ ഹീറ്റിംഗ് ഒന്നും ഇല്ല. നമ്മൾ ഫീൽ ചെയ്യും എന്തോ കാലം അടിക്കുന്നുണ്ടല്ലോ. അത് ആക്ച്വലി വണ്ടി ഓൾമോസ്റ്റ് ഇങ്ങനെ സ്റ്റാൻഡ് സ്റ്റിലേക്ക് വരില്ലേ, ആ ഒരു ലെവൽ എത്തുമ്പോൾ കണ്ടോ ഇപ്പൊ ഒന്ന് സ്ലോ ആണ്, ഇപ്പൊ ഫീൽ ചെയ്യും. പക്ഷെ നമ്മളൊന്ന് ഓടിച്ചു കഴിഞ്ഞാൽ വരില്ല. ശരിക്കും ഒരു ഓൾഡ് സ്കൂൾ എഞ്ചിനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത്. എനിക്ക് റോയൽ എൻഫീൽഡ് ലൈനപ്പിൽ തന്നെ ഏറ്റവും ഇഷ്ടമുള്ളൊരു വണ്ടി സ്ക്രാമാണ്. എൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു യൂസ് തന്നെയാണ്, എൻ്റെ യൂട്ടിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഡെയിലി യൂസ് ചെയ്യാം, ട്രിപ്പ് പോവാം, കംഫർട്ടബിൾ ആണ്, ബാക്കിൽ ആൾക്കാർ
കാര്യം ഇരുത്താം. സസ്പെൻഷൻ ഈസ് റിയലി സോഫ്റ്റ്, ഫ്രണ്ടും ബാക്കും അതെ. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ റോഡിൻ്റെ അവസ്ഥയൊക്കെ അറിയാമല്ലോ, എപ്പോൾ വേണമെങ്കിലും വെട്ടിപ്പിടിക്കാം, ഏത് തരത്തിലുള്ള റോട്ടിൽ ഓടിക്കാം. സോ അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട്. മൈലേജ് ഒക്കെ നോക്കുവാണെങ്കിൽ അറൗണ്ട് ഒരു 30-35, നല്ല രീതിയിൽ ഹൈവേയിലൊക്കെ ഓടിക്കുവാണെങ്കിൽ 35 ഒക്കെ കിട്ടും. അതല്ല വലിച്ച് ഓടിക്കുകയാണെങ്കിൽ 28 വരെ പോവാം. 28 ചിലപ്പോൾ അതിലും താഴെ പോകാൻ ചാൻസ് ഉണ്ട് വലിച്ച് ഓടിക്കുവാണെങ്കിൽ. ഷിറ്റ്. സർവീസ് കോസ്റ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു 2500 ആ ലെവലിലൊക്കെയാണ് സർവീസ് കോസ്റ്റ്. മെയിൻ്റെനൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ദീസ് റോയൽ എൻഫീൽഡ് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, അവരുടെ എഞ്ചിൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എന്താണെന്നറിയാം, ഉള്ള വണ്ടിയുടെ റിയർ ബ്രേക്ക് ഭയങ്കര അൺയൂഷ്വലി ഗുഡാണ്. ഇങ്ങനെ ഞാൻ കാണാറില്ല. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആ ഒരു ലെവലിൽ തന്നെ റിയർ ബ്രേക്കും ഉണ്ട്, അതായത് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കും. ഓക്കെ, ഇതിൻ്റെ ABS ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. റിയർ ABS ഓഫ് ചെയ്യണമെങ്കിൽ വണ്ടി സ്റ്റാൻഡ് സ്റ്റിൽ ആക്കണം. പിന്നെ അതെ ഇവിടെ ഒരു USB ചാർജർ ഉണ്ട് കേട്ടോ. Type-C ഒന്നുമല്ല, നോർമൽ ഒരു Type-A USB ചാർജറാണ്. ഞാനിത് ഓഫ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. ലോങ് പ്രസ് ചെയ്തു. ഐ തിങ്ക് ഐ നീഡ് ടു ടേൺ ഓൺ ദി എൻജിൻ. രക്ഷയില്ല, ഒരു അനുസരണയില്ല. ഓണും ആവണ ഓഫും ആവണ. ഒന്ന് ഉറക്കെ കരയൂ. നോ, ഫെയിൽ ഗൈസ്, സക്സസ്ഫുള്ളി ഫെയിൽ ആയിട്ടുണ്ട്. ബിഗ് താങ്ക്സ് പറയേണ്ടത് നമ്മുടെ കൈസം മോട്ടേഴ്സ് ആണ്. അവരാണ് നമുക്ക് ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. റോയൽ എൻഫീൽഡിന്റെ വണ്ടീസ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഞാൻ അവരെ നമ്പേഴ്സ് കൊടുത്തേക്കാം. പിന്നെ വണ്ടിയുടെ ചെറിയൊരു ഫിനാൻസ് സ്കീമും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കാം. നമ്മുടെ ബ്രേക്കിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CID മ്യൂസിയിലെ സലീം കുമാറിനെ പോലെയാണ്, പിടിക്കുമ്പോൾ അപ്പം തന്നെയൊന്നും കിട്ടില്ല. കാരണം ഇത് പോയി ABS മോഡിനോട് ചോദിക്കും, അവൻ ബ്രേക്ക് പിടിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഡിലേ ഉണ്ട്. അതാണ് ഈ പ്രോഗ്രസീവ് എന്ന് പറയുന്നത്. വണ്ടിയുടേതായ ഒരു ഇഷ്ടത്തിനേ നിൽക്കുകയുള്ളൂ. പിന്നെ പില്ലൻ കംഫർട്ട് പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി 4 ലെവലിൽ ആളിരുത്തി ഓടിച്ചിട്ടുണ്ട്. അത് വെച്ച് പറയുകയാണെങ്കിൽ കുറച്ച് സ്റ്റെപ്പ് ആണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. വൺസ് കയറി കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആണ്. സീറ്റ്സ് ആർ വെരി കംഫർട്ടബിൾ, പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഈ ഒരു വണ്ടി എങ്ങനെയുള്ളൊരു നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓൾറൗണ്ടർ മെഷീൻ നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി എടുക്കാം കേട്ടോ. ഇങ്ങനെ ഒരു ക്യാരക്ടറുള്ള വണ്ടിയൊക്കെ ഇപ്പോൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളൊരു ഓൾഡ് സ്കൂൾ വൈബുള്ള ഒരു വണ്ടി നോക്കുവാണെങ്കിൽ എന്തുകൊണ്ടും ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. മറ്റേ 450 ഒക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയി പോയി ഇൻ ടേംസ് ഓഫ് ടെക് ആണെങ്കിലും. പിന്നെ ആയിക്കൂടി എനിക്ക് ഇത് ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ട് തോന്നിയത് സ്വിച്ച് ഗിയറിന്റെ ഒരു ഇതാണ് കേട്ടോ. ഇപ്പൊ റോയൽ എൻഫീൽഡ് ഐ തിങ്ക് ഇതൊഴികെ ബാക്കി എല്ലാ വണ്ടിയിലും ഈവൻ 100 വരെ റോട്ടറി ടൈപ്പ് സ്വിച്ച് ഗിയേഴ്സ് ആണ് വരുന്നത്. അത് കൂടാണ്ട് തന്നെ ഈ കൺസോള് ഇപ്പൊ കണ്ടോ, ആ ഒരു 100 കണ്ടുന്ന കൺസോൾ ആണ്. അത് കുഴപ്പമില്ല, പക്ഷേ ഇതിന്റെ ആ ഒരു ആക്സസറി ഉണ്ടല്ലോ, ആ ഒരു ട്രിപ്പർ, അത് സ്റ്റോക്കായിട്ട് കൊടുക്കായിരുന്നു. കാരണം 2.8 കൊടുത്ത് മേടിക്കുന്ന ഒരു വണ്ടിക്ക് എന്തെങ്കിലും ഒരു ടെക്ക് വേണ്ടേ, എന്തെങ്കിലും തരത്തിലുള്ള. സോ അതാണ് ആകെ എനിക്കൊരു ഡിസപ്പോയിൻമെന്റ് ആയിട്ട് തോന്നിയത്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗായ്സ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ചിയേഴ്സ്.